കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഗ്ലാസ് നന്നായി പൊക്കി, AC ഉള്ള കാറ്, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനെ പുറത്തുനിന്ന് വിളിച്ചാൽ കേൾക്കുവോ? അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം പുറത്തറിയോ? അഥവാ ആ കാര്യം കാണാൻ കഴിഞ്ഞാലും ശബ്ദം കേൾക്കൂലല്ലോ, വായു അടക്കാതെ ശബ്ദം കേൾക്കൂലല്ലോ. അപ്പൊ ഖബറിലുള്ള മനുഷ്യനെ നമ്മൾ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സംശയം മുസ്ലിമീങ്ങൾക്കുണ്ടാകേണ്ടതില്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു വീഡിയോ, അതിൻ്റെ ടൈറ്റിൽ അത് തന്നെയാണ് നമ്മുടെ തമ്പനയിലിൻ്റെ ഭാഗവുമാക്കിയിട്ടുള്ളത്, ഖബറിലുള്ളവർ കേൾക്കുന്നവർ എന്ന്. അപ്പോൾ മൻസൂർ മണ്ണാർക്കാട് ഇസ്തിഗാസക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം തുടക്കത്തിൽ അതിനെതിരെ പോലെ പറഞ്ഞിട്ട് പിന്നെ അത് അനുകൂലിക്കുന്നൊരു സംഭവമാണ് ഇതിൽ കാണിക്കുവാനുള്ളത്. വീഡിയോ ചെറുതായിട്ട്, അതായത് വലിയ വീഡിയോ ആണ്, നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ചെറിയ ഭാഗങ്ങളായിട്ടാണ് അത് കാണിക്കുക. തെറ്റിദ്ധരിക്കരുത്, അത് സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. സംശയമുള്ളവർക്ക് അവിടെ നമ്പർ ഉണ്ട്, അതിലൊന്ന് മെസ്സേജ് ചെയ്യുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ, വിളിക്കുന്നതിനൊന്നും കുഴപ്പമില്ലോ അല്ലേ? മരിച്ചവർ, ഖബറിലുള്ളവർ കേൾക്കുമോ കേൾക്കില്ലേ എന്ന ആ ഒരു വിഷയം പറയുവാൻ വേണ്ടിയിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദാഹരിച്ചത് ഒരു കാറിനുള്ളിലുള്ള ആ ഒരു വിഷയമൊക്കെയാണ്. കാറിലുള്ള ആളെ പുറത്തുനിന്ന് വിളിച്ചാൽ കേൾക്കുമോ, ഉള്ളിലുള്ള ആൾ പുറത്ത് വിളിച്ചാൽ ആളെ കേൾക്കുമോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ബഹുമാനപ്പെട്ട ഉസ്താദേ, കാറിലുള്ള മയ്യത്തിനല്ലല്ലോ പുറത്തുള്ള ആൾ വിളിക്കുന്നത്, അതാണ് പ്രശ്നേ. അല്ലെങ്കിൽ പുറത്തുള്ള മയ്യത്തിനെ കാറിലുള്ള ആൾ വിളിക്കല്ലോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. പുറത്തു നിന്നുള്ള ശബ്ദം കാറിനുള്ളിലേക്ക് കേൾക്കണം. അത് ഇപ്പോൾ ഒരാൾ വെറുതെ ഒന്ന് വിളിച്ചാൽ, ചെറുതായിട്ട് വിളിച്ചാലൊന്നും അല്ലേ, മറ്റേ ചെറുതായിട്ട് വെടിച്ച പോലെ എന്ന് പറഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ കേൾക്കില്ല. ഒന്ന് ശബ്ദത്തിൽ വിളിച്ചാലൊക്കെ കേൾക്കും. പിന്നെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാൾ പുറത്തുനിന്ന് വിളിക്കുകയാണെങ്കിൽ കേട്ടോളന്നൊന്നുമില്ല. എന്നാൽ പുറത്തുള്ള വാഹനങ്ങളുടെ ഹോണൊക്കെ അല്ലേ, ഹോണ് കേൾക്കണം. അങ്ങനെ കേൾക്കാത്ത എത്ര കോടി രൂപയുടെ കാറാണെങ്കിലും എന്ത് വാഹനമാണെങ്കിലും ഹോൺ അടിക്കുന്നത് കേൾക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ആകെ ടമാർ പട്ടാറാവൂലേ അല്ലേ? അപ്പോൾ ഉസ്താദേ, ഈ കാര്യമൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ കാറിൻ്റെ ഉള്ളിലുള്ള ആളുകളെയൊക്കെ പറയും, എന്താണ് ഉസ്താദ്, നിങ്ങളെന്താ അങ്ങനെ അല്ലേ? ആ ഉസ്താദ് ബാക്കി പറയട്ടെ. അപ്പോൾ നിർത്തിയത് ഇതിനു വേണ്ടിയാണ്. മരിച്ചവർ കേൾക്കോ കേൾക്കൂലേ എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു സംശയം വേണ്ട എന്നുള്ളതാണ്. ഒരു സംശയമില്ല. ഖുർആനും സുന്നത്തും എന്താ പറഞ്ഞ് അവിടെ വെക്കുക, സമയന വാത്തായന. പിന്നെ നിങ്ങളത് പോക്കറ്റ് നിർത്തിട്ട് കൂട്ടരുത്, കയ്യിൽ നിന്നിടരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഉസ്താദ് പറയട്ടെ. കാരണം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? അതേ വായുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല, കാതുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല. കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അതേ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ വമാ അൻത ബിമുസ്മിഇൻ ഫിൽ ഖുബൂർ. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഒരു ആയത്ത് ഓതിയിട്ടുണ്ട്. ആ ആയത്ത് ഏതാണെന്ന് മനസ്സിലായില്ല. സാധാരണ ഈ മുജാഹിദ് വിഭാഗത്തിലുള്ള ആളുകളൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ ഒരു ആയത്ത് നമ്പറും കൂടി പറയും, അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പമായിരുന്നു. ഇത് ഏതായത്താണ് അല്ലേ? സൂറ ഫാത്തിറിൽ ഇതിനോട് സാമ്യമുള്ളൊരു ആയത്തുണ്ട്, 22-ാമത്തെ ആയത്താണ്, കാണിക്കാം. അതുപോലെ തന്നെ സൂറ നംലിലെ 80-ാമത്തെ ഒരു ആയത്ത് ഇതേപോലെ ഈ വാക്കുകളുള്ളതാണ്. അപ്പോൾ രണ്ട് ആയത്തും കൂടി കൂട്ടിയാൽ ഇത് കിട്ടുന്നുണ്ട്. ഏതായാലും എൻ്റെ അറിവില്ലായ്മയാണോ എന്താണെന്ന് അറിയില്ല. ഏതെങ്കിലും എന്നെ കുറ്റം പറയാൻ വരുന്ന മൊയ്ലിയാക്കന്മാരെ ഏതാണ് ഈ ആയത്തിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക. ഇല്ല ഹദീസാണെങ്കിൽ ഹദീസ് പറഞ്ഞാലും മതി. ഈ പറഞ്ഞ പോലെ ഉള്ളൊരായത്ത് ഇവിടെ പൂർണ്ണമായിട്ട് നമുക്ക് രണ്ടായത്തും കാണിക്കാം. അതിന് മുമ്പ് നിങ്ങളെടുത്ത് പറയുവാനുള്ളത്, ഇവിടെ ഉസ്താദ് പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞില്ല എന്നുള്ള, അർത്ഥം പറഞ്ഞത് ഇട്ടിട്ട് ഓടേണ്ടി വരും. അത് മറ്റൊരു കാര്യം. എന്തായാലും എന്താണ് ഉസ്താദ് പറഞ്ഞ ആയത്തുകൾ ഞാൻ രണ്ടിടത്ത് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഇത് സൂറ ഫാത്തിർ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 22-ാമത്തെ ആയത്താണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ജീവിച്ചിരിക്കുന്നവരും മരണമടഞ്ഞവരുമാകട്ടെ സമമാവുകയില്ല. അപ്പം ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമാവുകയില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് വീണ്ടും അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥവ്യാഖ്യാനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ചെറിയൊരു സ്ക്രീൻ റെക്കോർഡ് ഇവിടെ ഈ വിശദീകരണം കഴിഞ്ഞാൽ ഇടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിശ്ചയമായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കും. അതാണ് ഇപ്പോൾ ഉസ്താദ് പറയാൻ ശ്രമിച്ചത്. പക്ഷേ അതിന് ശേഷമുള്ളത് ഉസ്താദ് വായിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ പറഞ്ഞിട്ടില്ല. എന്താണ്? ഖബർ എന്ന് പറഞ്ഞാൽ ശ്മശാനങ്ങളിൽ ഉള്ളവരെ നീ കേൾപ്പിക്കുന്നവനല്ല. അപ്പോൾ
നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ ആയത്തിൻ്റെ അവസാന ഭാഗം നമ്മളിവിടെ പറഞ്ഞു, ഖബർ ശ്മശാനത്തിലുള്ളവരെ നീ കേൾപ്പിക്കുകയില്ല. ഇനി സൂറത്ത് നംലിലെ 80-ാമത്തെ ആയത്ത് ഇതേ വിഷയം വരുന്നുണ്ട്. ഈ ആയത്തിൻ്റെ ഉസ്താദ് ഓതിയ ആയത്ത് 2 ഭാഗമാണ്. ഒന്ന് സൂറത്ത് നംലിലെയും ഒന്ന് സൂറത്ത് ഫാത്തിറിലെയുമാണ് കണ്ടത്. ഇനി നംലിൽ എന്താണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ ഇവിടെ ഉസ്താദ് തുടക്കം പറഞ്ഞ പേരോട് ഉസ്താദ് തുടക്കത്തിൽ പറഞ്ഞ ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന് തുടക്കത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ബാക്കി എവിടെയെന്നറിയോ? സൂറ ഫാത്തിറിലുള്ളത്. അതാണ് ഉസ്താദ്മാർ ആരെങ്കിലും ഉസ്താദ് ആ ഓതിയ ആയത്തുണ്ടെങ്കിൽ അന്ന് പറഞ്ഞുതരാം ഇവിടെ പറഞ്ഞത്. അതോടൊപ്പം പേരോട് ഉസ്താദ് ഓതിയത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരർത്ഥം അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നബിയെ നിശ്ചയമായും മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല, ബദരന്മാരെയും അവർ പിന്നോക്കം തിരിഞ്ഞ് മാറിപ്പോയാൽ നീ കേൾപ്പിക്കുന്നതല്ല എന്നൊക്കെ. ഇതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. ഉസ്താദ് എന്തായാലും അവിടെ ആയത്ത് ഏതായത്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാത്തത് കൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഒന്ന്. പിന്നെ ഉസ്താക്കന്മാരുടെ ഇസ്തിഗാസക്ക് ഈ ആയത്തുകൾ എതിരാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇനി ഉസ്താദ് പറയട്ടെ. അതേ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ വമാ അൻത ബിമുസ്മിഉൻ ഫിൽ ഖുബൂർ. അതേ, കേൾപ്പിക്കുന്നത് ആരാണ്? അതാരുമല്ല, അല്ലാഹുവാണ്. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു കേൾപ്പിക്കുന്നു. അതുകൊണ്ടാണ് കാതുള്ള ചിലർക്ക് കാത് കേൾക്കുന്നില്ല. നിക്ക് ഞാൻ നേരത്തെ ഒന്നുകൂടി കേൾപ്പിച്ചത് എന്താണെന്നറിയോ? ഇവിടെ സൂറ ഫാത്തിറിലെ 22-ാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടിയാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സൂറ ഫാത്തിർ അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് അതിൽ സൂറ നംലിലെ കുറച്ചും കൂടി ചേർത്തിട്ട് സംഭവം അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്നുള്ള വാക്ക് ഇല്ലാത്ത സൂറ ഫാത്തിറിലെ ആ 22-ാമത്തെ ആയത്ത് അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ജമിനി പറയണം. ഒന്ന് കേട്ടിട്ട് വരാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു പ്രഭാഷണത്തിൽ കേട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത്. ഖുർആനിക വചനങ്ങൾ അദ്ദേഹം അവിടെ പാരായണം ചെയ്യുന്നുണ്ട്. അത് ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്തുകളാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ജമിനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 2 ആയത്തുകൾ തമ്മിൽ ചേർത്തുള്ളതാണ് എങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം. ഇനി ജമിനിയോട് ചോദിക്കുവാനുള്ളത്, ജമിനി, പരിശുദ്ധ ഖുർആനിൽ എത്ര വചനങ്ങളാണ് ഉള്ളത്? അതൊന്ന് പറഞ്ഞു തരുമോ? പരിശുദ്ധ ഖുർആനിൽ 6236 വചനങ്ങളാണ് ഉള്ളത്. താങ്കൾക്ക് ആ പ്രത്യേക വചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിലാണ് ഞാൻ ഈ വിഷയം പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഓതിയ ആ വചനം അത് അതേപടി ഖുർആനിലുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇത്രയും വചനങ്ങൾ താങ്കളുടെ ഡാറ്റയിലുണ്ടല്ലോ അല്ലേ? പേരൂർ അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം ഓതിയ ആയത്തുകൾ ഏതാണെന്നാണ് താങ്കൾക്കറിയേണ്ടത് അല്ലേ? അതെ. അവിടെ ജമിനി പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ താങ്കളെ കേൾപ്പിക്കുന്ന ആയത്ത് തുടക്കത്തിൽ ഒരു വാക്ക് 2-3 ആയത്തുകളിൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് മറ്റു ആയത്തിലാണ് വരുന്നത്. ഇത് ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇനി അല്ല, ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഓതുന്ന അതേ ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ടെങ്കിൽ അത് ഏതാണെന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. താങ്കൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇന്നക ലാ തുസ്മിഉൽ മൗതാ വമാ അൻത ബിമുസ്മിഉൻ ഫിൽ ഖുബൂർ. താങ്കൾ കേട്ടോ? അതെ, ഞാൻ കേട്ടു. അദ്ദേഹം ഓതിയത് സൂറത്ത് റൂമിലെ 52-ാമത്തെ വചനവും സൂറത്ത് ഫാത്തിറിലെ 22-ാമത്തെ വചനവുമാണ്. ഈ 2 വചനങ്ങളും തമ്മിൽ ആശയപരമായ സാമ്യമുണ്ട്. എന്നാൽ ഖുർആനിൽ അവ അടുത്തടുത്തല്ല വരുന്നത്. ഇപ്പോൾ കാര്യം വ്യക്തമായില്ലേ? തീർച്ചയായിട്ടും വ്യക്തമായി. അപ്പോൾ അദ്ദേഹം അവിടെ ഓതിയത് ഒരു ആയത്ത് എന്ന ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ ഒരായത്തിൻ്റെ ഭാഗം എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻപിലിരിക്കുന്ന ആളുകൾക്ക് ഓതി കൊടുത്തത് 2 ആയത്തുകളിൽ നിന്ന് അല്പം എടുത്തിട്ടാണ് അല്ലേ? അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഓതിയത് 2 വ്യത്യസ്ത ആയത്തുകളുടെ ഭാഗങ്ങളാണ്. അത് ഒരു ആയത്തായിരുന്നില്ല. ശരി. ഇനി ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത് സൂറ അൻ-നംലിലെ 80-ാമത്തെ വചനമാണ്. അതും ഇതേ അർത്ഥം തന്നെയാണോ ഉള്ളത്?
അതെ, സൂറത്ത് നംലിലെ 80-ാമത്തെ വചനത്തിലും ഇതേ ആശയം തന്നെയാണ് വരുന്നത്. തീർച്ചയായും മരിച്ചവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആനിൽ പലയിടങ്ങളിലായി സമാനമായ ആശയങ്ങൾ കടന്നുവരുന്നുണ്ട്. ജമിനി, ഇപ്പോൾ താങ്കൾ എനിക്ക് വളരെ വ്യക്തമായ മറുപടിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കും പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ഈ പരാമർശിക്കപ്പെട്ട 3 ആയത്തുകൾ ഒന്ന് വിശകലനം ചെയ്യാം. ഇവിടെ ഇന്നക ലാ തുസ്മിഉൽ മൗത്ത എന്നാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. അത് സൂറത്ത് നംലിലും ഉണ്ട്, സൂറത്ത് റൂമിലും ഉണ്ട് എന്ന് പറഞ്ഞു. നംലിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. സൂറത്ത് റൂമിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത്ത എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ സൂക്തം ഒന്ന് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. സൂറത്ത് റൂമിലെ 52-ാമത്തെ വചനം ഇതാണ്: ഫ ഇന്നക ലാ തുസ്മിഉൽ മൗത്ത വലാ തുസ്മിഉ സുമ്മ ദുആഅ ഇല്ലാ മൻ യുഅ്മിനു ബി ആയാതിന വഹും മുസ്ലിമൂൻ. ഇതിന്റെ അർത്ഥം, തീർച്ചയായും മരിച്ചവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല, ബധിരരെയും താങ്കൾക്ക് കേൾപ്പിക്കാനാവില്ല, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന് കീഴ്പ്പെടുകയും ചെയ്യുന്നവരെയല്ലാതെ. ഓക്കെ, അതിൻ്റെ അർത്ഥം മനസ്സിലായി. ജമിനി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ ഓതിയത് അത് 2 ആയത്തുകളിൽ നിന്ന് അല്പാൽപം എടുത്താണ് എന്നുള്ളതാണ് ഇവിടെ അറിയിക്കാൻ പോകുന്നത്. ജമിനി, ഇനി ഇന്നക ലാ തുസ്മിഉൽ മൗത്ത എന്ന് വരുന്ന സൂറത്ത് അൻ-നംലിലെ 80-ാമത്തെ വചനം അതൊന്ന് പാരായണം ചെയ്യാമോ? തീർച്ചയായും. സൂറത്ത് അൻ-നംലിലെ 80-ാമത്തെ വചനം ഇതാണ്: ഇന്നക ലാ തുസ്മിഉൽ മൗത്ത വലാ തുസ്മിഉ സമ്മ ദുആഅ ഇദാ വല്ലൗ മുദ്ബിരീൻ. ഇതിന്റെ ഏകദേശ അർത്ഥം, തീർച്ചയായും മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാകില്ല, പിന്നോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ബധിരരെയും നിനക്ക് കേൾപ്പിക്കാനാകില്ല എന്നാണ്. ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഒരിക്കലാവാം. ഇനി ഇതിന്റെ തുടർച്ച നമുക്ക് മറ്റൊരു ആയത്ത് കൂടി പരിശോധിക്കാനുണ്ട്. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ ഇന്നക ലാ തുസ്മിഉൽ മൗത്ത എന്നുള്ള 2 വചനങ്ങൾ, ആ വാക്ക് അടങ്ങുന്ന 2 വചനങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഇനി അദ്ദേഹം രണ്ടാമത് ഓതുന്ന ആ വാക്കെന്താണ്? ക്ഷമിക്കണം, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ 2-ാമത്തെ വചനം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഉദ്ദേശിച്ച വചനം ഏതാണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഞാനിവിടെ ആ ഒരു വചനം ഒരിക്കൽ കൂടി താങ്കളെ കേൾപ്പിക്കാം. അതിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത്ത എന്ന് പറയുന്ന അത് നമ്മൾ ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞു. 2 ആയത്തുകളുണ്ട്. അതിൻ്റെ തുടർച്ച അദ്ദേഹം ഓതുന്നത് സൂറ ഫാത്തിറിലെ ആണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് നമുക്ക് മറ്റുള്ളവർ കൂടി അറിയണമല്ലോ, അതുകൊണ്ട് നമുക്ക് രണ്ടും ഒന്ന് കേൾക്കാം. എന്നിട്ട് തുടർച്ചയായിട്ട് ഓതുന്ന ആ വചനം അത് മറ്റൊരു സൂറത്തിലുള്ളതാണ്, സൂറ ഫാത്തിർ 22-ാമത്തെ ആയത്ത്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ അതൊന്ന് കേൾപ്പിച്ചോട്ടെ? തീർച്ചയായും, കേൾപ്പിച്ചോടോ. إنك لا تسمع الموتى وما أنت بمسمع من في القبور. ഇനി പറയൂ, ഇന്നക ലാ തുസ്മിഉൽ മൗത്ത നമ്മൾ പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ ഏത് സൂറത്തിലെ ഏത് ആയത്ത് ആണ്? ഇന്നക ലാ തുസ്മിഉൽ മൗത്ത എന്നതിനു തുടർച്ചയായി അദ്ദേഹം പാരായണം ചെയ്തത് സൂറത്ത് ഫാത്തിറിലെ 22-ാമത്തെ വചനമാണ്. സൂറ ഫാത്തിറിലെ 22-ാമത്തെ വചനം ഒന്ന് ഓതി അതിന്റെ അർത്ഥം പറയാമോ? ആദ്യം നാം പരിശോധിച്ചത് സൂറത്ത് അൻ-നംലിലെ 80-ാമത്തെ വചനമാണ്. പിന്നീട് താങ്കൾ കേൾപ്പിച്ചതും സൂറത്ത് ഫാത്തിറിലെ 22-ാമത്തെ വചനമാണ്. അല്ല ജംനി, നമ്മൾ സത്യത്തില് ജംനിക്ക് എന്തോ ഒരു നെറ്റ്വർക്ക് എറർ കാരണം ഞാൻ വീണ്ടും ശ്രമിച്ചതാണ്. ആദ്യം നമ്മൾ പരിശോധിച്ചത് സൂറ റൂമിലെ വചനമായിരുന്നു. അത് കഴിഞ്ഞാണ് സൂറ നംലിലെ വചനം നമ്മൾ എന്താണെന്ന് നോക്കിയത്. ആ 2 വചനത്തിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഇന്നക ലാ തുസ്മിഉൽ മൗത്ത എന്ന് പറയുന്ന വാക്കാണ്. ആ 2 വാക്കുകൾ ഈ പറയപ്പെട്ട 2 ആയത്തുകളിലുണ്ട്. ഇനി പേരോട് പറയുന്ന വാക്ക് മറ്റൊരു അധ്യായത്തിലെ മറ്റൊരായത്തിലെ ഒരു വാചകമാണ്. അതാണ് നമ്മൾ ഇനി ഇവിടെ പരിശോധിക്കേണ്ടത്. സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായം സൂറ ഫാത്തിറിലെ 22-ാം ആയത്ത് ഒന്ന് ഓതി വിശദീകരിക്കാമോ? തീർച്ചയായും. സൂറത്ത് ഫാത്തിർ ഖുർആനിലെ 35-ാമത്തെ അധ്യായമാണ്. ഇതിൽ 45 വചനങ്ങളുണ്ട്. ഈ അധ്യായം അല്ലാഹുവിന്റെ മഹത്വത്തെയും ഏകത്വത്തെയും പ്രപഞ്ചത്തിലെ അവന്റെ അനുഗ്രഹങ്ങളെയും കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. മരണാനന്തര ജീവിതം, പ്രവാചകന്മാരുടെ ദൗത്യം, സത്യവിശ്വാസികളുടെയും നിഷേധികളുടെയും അവസ്ഥ എന്നിവയും ഇതിൽ പരാമർശിക്കുന്നു. താങ്കൾക്ക് ഏതെങ്കിലും പ്രത്യേക വചനത്തെക്കുറിച്ച് അറിയണോ? യെസ്, 22-ാമത്തെ
വചനത്തെക്കുറിച്ച് അതൊന്ന് ഓതിയിട്ട് അതിൻ്റെ വാക്കർത്ഥം ഒന്ന് പറഞ്ഞു തരിക. സൂറത്ത് ഫാത്തിറിലെ 22-ാമത്തെ വചനം ഇതാണ്: വമ യസ്തവി അൽ അഹ്യാഉ വല അൽ അംവാത്ത്. ഇതിന്റെ വാക്യർത്ഥം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തുല്യരല്ല എന്നാണ്. അതായത് സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരെപ്പോലെ സത്യത്തെ ഉൾക്കൊള്ളാത്തവരും ഒരിക്കലും തുല്യരാകില്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ആയത്ത് പൂർണ്ണമായിട്ടില്ലല്ലോ. ഇന്നല്ലാഹ യസ്മഉ മൻ യശാ ഒക്കെ ഉണ്ടല്ലോ. അത് പൂർണ്ണമായിട്ട് ഓതിയിട്ടൊന്ന് പറഞ്ഞു തരൂ. ശരി, സൂറത്ത് ഫാത്തിറിലെ 22-ാമത്തെ വചനം ഇതാണ്. പൂർണ്ണമായി ഓതി അർത്ഥം പറയാം. വമ യസ്തവി അൽ അഹ്യാഉ വല അൽ അംവാത്ത് ഇന്നല്ലാഹ യസ്മഉ മൻ യശാഉ വമ അൻത ബിമുസ്മിഇം മൻ ഫിൽ ഖുബൂർ. അർത്ഥം: ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തുല്യരല്ല. തീർച്ചയായും അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. ഖബറിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാനാകില്ല. ഇപ്പോൾ ശരിയായ തീർച്ചയായിട്ടും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ആദ്യമേ നമുക്ക് ഉറപ്പിക്കാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവിടെ 2 ആയത്തുകൾ കൂട്ടിക്കെട്ടിയാണ് ഓതിയത്. പിന്നെ ആ പ്രഭാഷണം ജമിനി ഫുള്ള് കേൾക്കാത്തതുകൊണ്ടും മറ്റുള്ളവർ കേട്ടതുകൊണ്ടും പറയാം, അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് അവിടെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ 3 ആയത്തുകൾ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമാവില്ല എന്നുള്ളതുമാണ്. മരിച്ച ആളുകളെ വിളിച്ചു തേടുന്ന ആളുകളുണ്ടല്ലോ, അവർ ചെയ്യുന്നത് പാഴ്വേല തന്നെയല്ലേ ജമിനി? ഖുർആനിലെ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മരിച്ചവർക്ക് കേൾക്കാനോ പ്രതികരിക്കാനോ കഴിയില്ലെന്നും അതിനാൽ അവരോട് സഹായം തേടുന്നത് ഫലമില്ലാത്ത കാര്യമാണെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ്. താങ്കൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ പല ആളുകളും മരിച്ചുപോയ മഹാത്മാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, ശുഹദാക്കൾ അതുപോലെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ കുറച്ചുദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വേണ്ടല്ലോ? അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാമല്ലോ. അതെ, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കിടയിൽ ഇത്തരം പ്രാർത്ഥനാരീതികൾ നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഈ പരിശോധിച്ച വചനങ്ങളിലൂടെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശരിയല്ലെന്നാണ് മനസ്സിലാകുന്നത്. താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയണമെന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇതാണല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. അതെ, ഇസ്ലാമിൽ പ്രമാണങ്ങളായി പരിഗണിക്കുന്നത് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുമാണ്. ഇവയുടെ അടിസ്ഥാനത്തിലാണ് മതപരമായ വിധികളും വിശ്വാസങ്ങളും രൂപപ്പെടുന്നത്. താങ്കൾക്ക് ഈ പ്രമാണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണോ? അറിയണം. ഈ ഇസ്ലാമിക പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇത് അടിസ്ഥാനമാക്കി ജീവിക്കേണ്ട മുസ്ലിം സമൂഹം, അതിലെ ഒരു വിഭാഗം പിഴച്ച ചിന്താഗതിയും പിഴച്ച വിശ്വാസവും പേറി നടക്കുന്ന ആളുകളെ അള്ളാഹുവും പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുന്ന മരിച്ചവരെ വിളിക്കരുത്, അവർ കേൾക്കില്ല, അവരെ വിളിച്ച് തേടിയാൽ തന്നെ അവർ കേൾക്കൂല, കേട്ടാൽ തന്നെ അവർ ഉത്തരം ചെയ്യില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അത് മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തിലെ വിശ്വാസം വൈകൃതമാക്കുന്ന ഒരു വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കണം, അവർ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? ഇസ്ലാമിക പ്രമാണങ്ങളായ ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് അഥവാ ബഹുദൈവ ആരാധനയായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യക്തമായ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പണ്ഡിതർ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഉദാഹരണങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിർക്കിനെതിരെയും ബിദ്അത്തിനെതിരെയുമാണ്. അതിൽ ഷിർക്ക് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ ഷിർക്കിനെ ലഘൂകരിച്ചുകൊണ്ട് ഈ ഷിർക്കിനെ, ഏറ്റവും കൂടിയ പാതകമായ ഷിർക്കിനെ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനെതിരെയാണ് ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആന് മരിച്ചവരോടെന്നല്ല, അഭൗതികമായ ഒരു തേട്ടവും അല്ലാത്തവരോട് തേടരുത് എന്ന് തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്?
താങ്കൾ പറഞ്ഞത് ശരിയാണ്. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥനകൾ എന്നും അഭൗതികമായ തേട്ടങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് തേടരുതെന്നും വ്യക്തമായി പഠിപ്പിക്കുന്നു. ശിർക്കിനും ബിദഅത്തിനും എതിരെയുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ ഈ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? ഓക്കെ ജമിനി, ഞാൻ ഏതായാലും ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇതിൽ അവസാനം നമ്മളിതൊരു കൺക്ലൂഷനിൽ വരികയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഓതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾപ്പിച്ച ആ ആയത്ത് 2 വചനങ്ങളിലെ 2 ആയത്തുകളുടെ ചെറിയ 2 ഭാഗങ്ങളാണ്. അദ്ദേഹം അതിനവിടെ അർത്ഥം പറഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി അർത്ഥം പറഞ്ഞാൽ തന്നെ മരിച്ചവര് കേൾക്കും, മരിച്ചവരെ വിളിച്ച് തേടാം എന്നുള്ളതിന് എതിരല്ലേ അദ്ദേഹം പറഞ്ഞ 2 വചനങ്ങളിലെ 2 ഭാഗങ്ങളും? അതാണ് ഒന്ന് ലാസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. തീർച്ചയായും താങ്കളുടെ നിഗമനം ശരിയാണ്. നാം പരിശോധിച്ച സൂറത്ത് അൻ നംലിലെയും സൂറത്ത് ഫാത്തിറിലെയും വചനഭാഗങ്ങൾ മരിച്ചവർക്ക് കേൾക്കാനോ പ്രതികരിക്കാനോ കഴിയില്ലെന്ന ഖുർആനിന്റെ അടിസ്ഥാന തത്വത്തെയാണ് സ്ഥാപിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറയുന്നത് കേൾക്കില്ല മരിച്ചവർ എന്ന്, മരിച്ചവർ കേൾക്കില്ല എന്നുള്ള ആ ഒരു വചനം പറഞ്ഞുകൊണ്ടാണ് മരിച്ചവർ കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൗരോഹിത്യം ഈ പാവം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ സഹായിച്ച ജമിനിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. കേട്ടല്ലോ അല്ലേ? അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ഒരു ആവറേജൊക്കെ ആ ഒരു അർത്ഥത്തിൽ ഉണ്ടെങ്കിലേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാര്യം എനിക്ക് അങ്ങനെയാണ് ഇത് വിശദീകരിക്കാൻ കഴിയുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഇസ്തിഗാസ എന്ന പേരിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, വിളിച്ചു തേടുന്ന ആളുകൾ തെളിവ് പറഞ്ഞ് കുടുങ്ങുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ 2ാം പാർട്ട് തൊട്ട വീഡിയോയിൽ വരുന്നതാണ്. വീഡിയോ വലുതാവാതിരിക്കുവാൻ വേണ്ടിയാണ് തൊട്ട വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഭാഗം വരും എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.